നമുക്കിനി ഇന്ന് തമിഴ്നാട്ടിലേക്ക് പോകാം. തമിഴ്നാട്ടിൽ ഇന്ന് ടിവികെക്ക് വിജയ്ക്ക് മുഖ്യമന്ത്രി വിജയ്ക്ക് വലിയ ദിവസമാണ്, നിർണായകമായ ദിവസമാണ്. വിശ്വാസം തെളിയിക്കേണ്ട ദിവസമാണ് ഇന്ന്. വിശ്വാസ വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. നിലവിൽ 120 എന്നുള്ളതാണ് MLA-മാരുടെ ഗവർണർക്ക് നൽകിയ പിന്തുണക്കത്തിൽ പറയുന്നത്. പക്ഷെ അതും കടന്ന് ഒരു പക്ഷേ 140-ലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട്. കാരണം അണ്ണാ DMK പിളർന്നു. അതിലൊരു വിഭാഗം ഇങ്ങോട്ട് ടിവികെ വിജയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ വിശ്വാസ വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. നിയമസഭയിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. தமிழக அரசியல் வரலாற்றில் சிறப்பானதொரு அரசை வழங்குவதற்கு முனைந்திருக்கும் மாண்புமிகு முதலமைச்சர் திரு ஜோசப் விஜய் அவர்களின் தலைமையிலான இந்த அரசுக்கு கட்சி வேறுபாடின்றி அனைத்து உறுப்பினர்களும் நம்பிக்கை கோரும் தீர்மானத்தின் மீது தங்கள் ஆதரவை வெளிப்படுத்த வேண்டும் என்று கேட்டு அமைகிறேன். நன்றி, வணக்கம், ஜெய்ஹிந்த். തമിഴ്നാട്ടിൽ ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടിവികെ സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. 107 അംഗങ്ങളാണ് നിലവിൽ ടിവികെക്കുള്ളത്. ഇതിന് പുറമെ കേവല ഭൂരിപക്ഷത്തിന് 118 വേണമായിരുന്നു. 107 പ്ലസ് കോൺഗ്രസിന്റെ 5 ഉണ്ട്. CPI, CPM, VCK, മുസ്ലിം ലീഗ്, ഇങ്ങനെ പാർട്ടികൾ എല്ലാവരും ചേർന്ന് 120 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. ആ പിന്തുണക്കത്താണ് ഗവർണർക്ക് നൽകിയത്. ഇത് കൂടാതെ അണ്ണാ DMK-യിലെ 30 വിമത MLA-മാരും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. NDA മുന്നണിയിലുള്ള TTV ദിനകരന്റെ ഏക MLA ആയ S കാമരാജും വിജയ്ക്ക് ടിവികെക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, വിജയ് വിശ്വാസം കാക്കുമോ? സ്വാഭാവികമായിട്ടും നിലവിൽ മറ്റ് നാടകീയ സംഭവങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ വിജയ് വിശ്വാസ വോട്ടെടുപ്പ് നിഷ്പ്രയാസം അനായാസം തന്നെ നേടും. ഏതായാലും ഇന്നത്തെ വിജയ് വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിക്കുമോ എന്നുള്ളതിന്റെ അപ്പുറത്ത്, വിജയ് എത്ര വോട്ട് നേടും എന്നതിന്റെ അപ്പുറത്ത് അണ്ണാ DMK-യുടെ ഭാവി അതെന്താകുമെന്നുള്ളതാണ് ഇന്നത്തെ ഈ വിശ്വാസ വോട്ടെടുപ്പ് ഉയർത്തുന്ന പ്രധാന ചോദ്യം. അതായത് നേരത്തെ ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ 120 പേരുടെ പിന്തുണ വിജയ്ക്കുണ്ട്. ആ പിന്തുണ കത്ത് ഗവർണറുടെ മുന്നിലുമുണ്ട്. അതോടൊപ്പം അഡീഷണൽ ആയിട്ട് എത്ര വോട്ടുകൾ വിജയ് നേടും എന്നുള്ളതാണ് പ്രധാന ചോദ്യം. TTV ദിനകരന്റെ പാർട്ടിയിലെ AMK-ലെ MLA ആയിട്ടുള്ള കാമരാജ് ഇതിനോടകം തന്നെ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം TVK-യിലേക്ക് ചേരാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, അണ്ണാ DMK-യിൽ EPS വിഭാഗം വിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് വിമത MLA-മാർ ഈ CV ഷൺമുഖത്തിന്റെയും SP വേലുമണിയുടെയും നേതൃത്വത്തിലുള്ള ആ 30 MLA-മാരും ഈ സർക്കാരിനെതിരായിട്ട് വോട്ട് രേഖപ്പെടുത്തണം എന്നായിരുന്നു ആ വിപ്പ്. ഇത് സാങ്കേതിക പ്രശ്നങ്ങൾ, നിയമപ്രശ്നങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഈ വിപ്പ് ലംഘിച്ചാൽ ഒരു പക്ഷേ അയോഗ്യത വരാനുള്ള സാധ്യതയുണ്ട്. അതായത് പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷം അല്ലെങ്കിൽ പാർട്ടി ചിഹ്നം അനുവദിച്ച നേതാവ് നിൽക്കുന്ന ആ പക്ഷം, അവർ നൽകുന്ന വിപ്പിനാണ് കൂടുതൽ പ്രാമുഖ്യം. അതായത് നിയമസഭാ കക്ഷിയിലെ എണ്ണമല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങൾ പ്രകാരം അവർ നൽകുന്ന EPS നൽകുന്ന വിപ്പിനായിരിക്കും പ്രാധാന്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ MLA-മാർ സർക്കാരിനെതിരായിട്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ അയോഗ്യത ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലൊക്കെ ശിവസേനയിൽ ഉണ്ടായ പിളർപ്പിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ കണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നിലവിലേതായാലും ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുകയാണ്. ആദ്യമായി ഈ വിജയെ പിന്താങ്ങുന്ന കക്ഷികളിൽ ആദ്യം കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിച്ചു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയാണ് സംസാരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ വിശ്വാസ പ്രമേയം വിജയ് അവതരിപ്പിക്കും. പിന്നീട് അത് വോട്ടിനിടും. ശബ്ദ വോട്ടോടുകൂടി അത് പാസ്സാക്കുകയായിരിക്കും ചെയ്യുക.